ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ഋതികയോട് പറയുക, വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ പഴയതുപോലെ മതി മേഡം. രാജു അങ്ങനെ പറഞ്ഞതും ഋതികയ്ക്കൊരു വല്ലാത്ത ഷോക്കായി. കാരണം ഋതികയുടെ വളരെ നാളത്തെ സ്വപ്നം, ആ സ്വപ്നം പൂവണിഞ്ഞ ദിവസമായിരുന്നു അത്. പക്ഷേ രാജു പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ ഋതികയ്ക്കല്ല ആർക്കായാലും ഷോക്കായി പോവുമല്ലോ. രാജു പെട്ടെന്ന് ആ കട്ടിലേന്നൊരു ബെഡ്ഷീറ്റും തലേണയും എടുത്ത് താഴെ വിരിക്കുവാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ഋതിക പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ മാറ്റം വരുത്തണം രാജു. എന്താ മേഡം? ഞാൻ താഴെ കിടന്നോളാം, രാജു കട്ടിലിൽ കിടന്നോ. അയ്യോ അത് വേണ്ട, മേഡത്തിന് അങ്ങനെ കിടന്ന ശീലമൊന്നുമില്ലല്ലോ, എനിക്കിതൊക്കെ ശീലമായി പോയതാ. ഋതിക അങ്ങനെ കുറച്ചു നേരം രാജുവിനെ തന്നെ നോക്കി നിന്നിട്ട് കട്ടിലിൽ കിടന്നുകൊണ്ട് ആലോചിക്കുവാണ്. രാജുവിന് എന്നോട് പ്രണയമുണ്ട്, ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ചിട്ടായിരിക്കും എന്നും പറഞ്ഞ് അവിടെ കഴുത്തേ കിടക്കുന്ന താലിയെടുത്ത് രാജു വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയ സീനൊക്കെ ഓർത്ത് സന്തോഷത്തോടെ നമ്മുടെ ഋതിക കിടക്കുവാണ്. രാജു ഇങ്ങനെ താഴെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഉറക്കം വരുന്നില്ല. രാജു ഇങ്ങനെ ചിന്തിക്കുവാണ്, ഈ ഋതിക മേഡത്തിൻ്റെ അമ്മ ആരാണ്? അവരിനി ഋതിക മേഡത്തെ തിരക്കി വരുമോ? ഋതിക മേഡത്തിൻ്റെ അമ്മ പത്മാവതിയാണെന്നറിയാം, പക്ഷേ പത്മാവതി ആരാണെന്നുള്ളത് നമ്മുടെ രാജുവിന് അറിയില്ലല്ലോ. രാജുവിന് പത്മാവതിയെ മീരയായിട്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നോടൊത്തുള്ള മകളുടെ ജീവിതം സേഫായിരിക്കുമെന്ന് ആ അമ്മ കരുതിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ എന്നോട് ഋതിക മേഡത്തെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചത്. അങ്ങനെ രാജുവും ഋതികയും ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് കിടക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ കൊച്ചമ്മണി കയ്യിലൊരു പേപ്പറും ഒരു മൊബൈലും കൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് മന്ത്രിമാരെ ആരെങ്കിലും വിളിച്ചാൽ പോലീസ് കൂടി ചകത്തിടുവോ? അങ്ങനൊന്നും ഉണ്ടാകത്തില്ല, ഞാനിപ്പം മന്ത്രിയുടെ ബന്ധുവല്ലയോ, എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഈ നമ്പർ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞ് വിളിക്കുന്നത് നമ്മുടെ മന്ത്രി പ്രതാപ് വർമ്മയാണ്. പ്രതാപൻ ഫോൺ എടുത്തിട്ട് ആരാ ഈ സമയത്ത് വിളിക്കുന്നത് എന്നും പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി വിളിച്ചിട്ട് പറയുവാണ്, വിദ്യാഭ്യാസ മന്ത്രി അല്ലയോ? അതെ. കൊച്ചമ്മണിക്ക് അങ്ങ് സന്തോഷമായി, ഇനി അങ്ങ് മരിച്ചാൽ കൂടെ എനിക്ക് കുഴപ്പമില്ല, എനിക്കും ഉണ്ടല്ലോ ബന്ധുവായിട്ടൊരു മന്ത്രി. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയുന്നു, അയ്യോ എന്നെ മനസ്സിലായില്ലേ, ഞാൻ രാജുവിൻ്റെ വല്യമ്മ. അന്ന് അവിടെ ഞാൻ ഓണാഘോഷത്തിന് വന്നപ്പോഴേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതല്ലയോ? കൈകൊട്ടിക്കളി ആശാട്ടി. എനിക്ക് മനസ്സിലായി, കലാമണ്ഡലം അമ്മിണിയമ്മ അല്ലേ? അയ്യോ, കലാമണ്ഡലം അമ്മിണി വേറെ, ഞാൻ കലാമണ്ഡലം കൊച്ചമ്മിണിയാ. എനിക്ക് മനസ്സിലായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷം. ഞാനേ മരുമോളുടെ കാര്യങ്ങൾ പറയാൻ വിളിച്ചതാ. എന്താ ഋതുമോൾക്ക് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അയ്യോ, ഋതുമോളുടെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് രസിച്ച് കഴിയുമല്ലയോ. മോക്കൊരു പ്രശ്നമില്ല, അതിനെന്താ സന്തോഷം? മോളുടെ കാര്യമൊക്കെ നോക്കുന്നത് ഞാനാ, ഒരച്ചമ്മ നോക്കുന്ന പോലെ ഞാൻ നോക്കിക്കോളാം. ഇനിയും ഞാൻ സാറിനെ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പം വല്ലതുകൊണ്ട്? ഒരു കുഴപ്പമില്ല. വല്ല പോലീസുകാരെങ്ങാനും വരുമോ? ഒരു പോലീസും വരത്തില്ല. അമ്മണിയമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ വിളിച്ചോ. ഇതിപ്പോഴും അമ്മണിയമ്മയ്ക്ക് സന്തോഷം വല്ലതും ഉണ്ടോ? അങ്ങനെ മന്ത്രി വരെ ഈ കൊച്ചമ്മണിയുടെ ആളായി. ഇനി ഈ കൊച്ചമ്മണി ഒരു വാരും. ഈ നാട്ടുകാരെയൊക്കെ കൊണ്ടേ കൊച്ചമ്മണി കൊച്ചമ്മയെന്ന് ഞാൻ എന്നെ വിളിപ്പിക്കും. അങ്ങനെ കൊച്ചമ്മണി അങ്ങനെ സന്തോഷത്തെ മതിമറന്ന് ചിരിക്കുവാണ്. അങ്ങനെ നേരമൊക്കെ പുലർന്നു രാജു എഴുന്നേറ്റ് നോക്കുമ്പോൾ ഋതിക നല്ല ഉറക്കം. രാജു മനസ്സിൽ പറയുക, ഈ പത്മാവതി മേഡം ആരാണ്, എവിടെയാണെന്ന് ഇന്ന് തന്നെ അന്വേഷിക്കണം. രാജു എഴുന്നേറ്റ് അങ്ങനെ വാതുക്കലോട്ട് വന്നിരിക്കുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ പേപ്പറൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. രാജു ഇങ്ങനെ എത്തി അടുക്കളയിലോട്ട് നോക്കുന്നുണ്ട്. സാധാരണ രാജു അവിടെ നിന്നിരിക്കുമ്പോൾ രാധമ്മ ചായ കൊടുക്കാറുള്ളതാണല്ലോ. അത് വേണുവേട്ടന് മനസ്സിലായി. വേണുവേട്ടൻ രാധേ രാധമ്മേനൊക്കെ വിളിക്കുന്നുണ്ട്. വേണുവേട്ടൻ വിളിച്ചത് കേട്ടിട്ടായിരിക്കും രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ രാധമ്മയോട് ചോദിക്കുന്നു, എടി ഇവൻ എഴുന്നേറ്റ് വന്നാൽ നീ കണ്ടില്ലേ? അതിന് ഞാനെന്ത് വേണം? മെനങ്ങാന്ന് വരെ ഇവൻ എഴുന്നേറ്റ് വരുമ്പോൾ നീ കാപ്പി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനേ ഒരു വിലയുമില്ലാത്ത ഇവിടുത്തെ ഒരു ഗ്രഹനാഥനെന്ന് കരുതി ഒന്ന് ഓർമ്മിപ്പിച്ചതാ. എനിക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ തരേണ്ടതാ. പക്ഷെ അതും പോട്ടെ, ഞാനേ ഭാര്യയും മക്കളെയൊക്കെ മറന്ന് ജീവിച്ചവനാണല്ലോ. നീ ഇവന് കാപ്പി എടുത്തുകൊണ്ടൊന്ന് കൊടുക്ക്, ഇവൻ നിൻ്റെ മകനല്ലേ. എനിക്കിങ്ങനൊരു മകനില്ല. രാധമ്മയുടെ ആ അഹങ്കാര വർത്തമാനം കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, പിന്നെ ഇവൻ ഏതാടി? ചാലക്കമ്പോളത്തിൽ നിന്ന് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്ന കാളക്കുട്ടിയോ? ക്ഷമയ്ക്കും ഒരു പരിധിയൊക്കെ ഉണ്ട്, പറഞ്ഞേക്കാം. പെട്ടെന്ന് രാജു എഴുന്നേറ്റിട്ട് പറയാം, വേണ്ടച്ചാ, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞാൻ അമ്മയുടെ മകനല്ലെന്നല്ലേ അമ്മ പറഞ്ഞത്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ലമ്മേ. അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ, അമ്മ ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്ന്. അതുപോലെ ഞാൻ എടുത്തോളാം അമ്മേ. വേണുവേട്ടൻ രാധമ്മയോട് പറയുന്നുണ്ട്, വാക്കുകൾ മുറിവുള്ള ആയുധങ്ങളാണ്, അത് വേദനിക്കുകയും മുറിവേൽക്കുകയും ചെയ്യും. കാര്യങ്ങൾ കൈവിട്ടു പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, പിന്നെ കൈകാലിട്ടടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല.
അച്ഛാ അക്കാര്യമൊക്കെ വിട്ടേരെ, സാരമില്ല എന്നും പറഞ്ഞ് രാജു പോകാനൊരുങ്ങുമ്പോൾ നമ്മുടെ കൊച്ചമ്മണി ഒരു കപ്പ് കോഫിയായിട്ട് വരുന്നുണ്ട്. രാജുമോനെ എന്നും പറഞ്ഞാൽ നിറഞ്ഞ പുഞ്ചിരിയോടാണ് വരുന്നത്. കോഫിയൊക്കെ രാജുവിന് കൊടുത്തിട്ട് പറയുന്നു കൊച്ചമ്മണി, ഈ ലോറിക്ക് മുന്നിൽപ്പെട്ട തവളകളെ പോലെയാ ചിലർ ഇങ്ങനെ വീർത്ത് കെട്ടിയിരുന്നുകൊണ്ട് ലോറിയെ വെല്ലുവിളിക്കും. ലോറിയാണെങ്കിലോ അതിൻ്റെ മേലെ കൂടെ കയറി ചവിട്ടി അരച്ചിട്ട് അതതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. നമ്മുടെ വേണുവേട്ടൻ കോമഡി അടിക്കാൻ തുടങ്ങി. നല്ല ഒന്നാന്തര ഉപമ, അതും വെറും വയറ്റിൽ. രാജു കൊച്ചമ്മണിയോട് ചോദിക്കുന്നു, അല്ല കാപ്പി എനിക്ക് മാത്രമേ ഉള്ളൂ, അച്ഛനില്ലേ? അയ്യോ അച്ഛന് ഞാൻ കാപ്പി കൊടുക്കുന്നത് ശരിയല്ല, അയാളുടെ ഭാര്യയില്ലേ? അച്ഛനില്ലാത്ത കോഫി എനിക്കും വേണ്ട എന്നും പറഞ്ഞ് രാജു അടത് വെച്ചിട്ട് പോകാനൊരുങ്ങുമ്പോൾ രാധമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എത്രയ്ക്കായാലും പെറ്റതള്ളയല്ലേ. പെട്ടെന്ന് വേണുവേട്ടൻ, മോനെ നീ പോകരുത്. ഇവക്ക് ദേഷ്യം മോനോടല്ല, അവിടെ ദേഷ്യം മുഴുക്ക എന്നോടാ. മോൻ അമ്മയോട് പിണങ്ങി പോവല്ലേ, വെറുതെ മാതൃശാപം ഏറ്റുവാങ്ങല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ അങ്ങ് പോവുകയാണ്. രാവിലെ വർമ്മസാറിൻ്റെ വീട്ടിൽ സരസ്വതി അമ്മ എന്തോ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ആ സമയത്ത് അപ്പു അവിടെ വന്ന് വാതൊക്കെ നോക്കി നിൽക്കുന്നു. എന്താ മോൾ അവിടെ തന്നെ നിന്നത്, മോളിങ്ങ് എൻ്റെ അടുത്ത് വാ എന്ന് അപ്പുവിനെ സരസ്വതി അമ്മ വിളിക്കുന്നുണ്ട്. അപ്പു ആകെ സങ്കടത്തോടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? എൻ്റെ മോളീ മുത്തശ്ശിയോട് പറ മോളെ. അത് മുത്തശ്ശി, ഞാൻ ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. എൻ്റെ മനസ്സിലൊരു വല്ലാത്ത വിങ്ങൽ മുത്തശ്ശി. മോളെ, ചേച്ചി കല്യാണം കഴിച്ചേ അവളുടെ ഭർത്താവിൻ്റെ വീട്ടോട്ട് പോയതല്ലയോ? അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒന്നും അല്ലല്ലോ പോയത്, ഇവിടെ അടുത്ത് തന്നെയല്ലേ മോളെ നമ്മുടെ രാജുവിൻ്റെ വീട്ടിലോട്ട്. അവരിങ്ങോട്ട് വരും മോളെ. ചേച്ചിയെ നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ലേ? ആവശ്യമെങ്കിൽ പോയി കാണാം. പക്ഷെ അതിനൊക്കെ ചില ആചാരങ്ങളുണ്ട് മോളെ, അതൊന്നും ലംഘിക്കരുതെന്ന് കരുതിയാ. ഇക്കാലത്ത് എന്തെല്ലാം ടെക്നോളജിയാണ് മോളെ ഉള്ളത്, അതുകൊണ്ട് മിസ്സിങ് എന്നൊരു കാര്യമേ ഇല്ല. അപ്പുമോൾക്ക് ഋതുമോളെ വിളിക്കാം, മെസ്സേജ് ഇടാം, വീഡിയോ കോൾ ചെയ്ത് പരസ്പരം സംസാരിക്കാം. തൽക്കാലം അപ്പുമോൾ വിഷമിക്കാതെ അങ്ങനെയൊക്കെ കേട്ടോ എന്നും പറഞ്ഞ് അപ്പുവിനെ സമാധാനപ്പെടുത്തി വിടുന്നുണ്ട് സരസ്വതിയമ്മ. അങ്ങനെ സരസ്വതിയമ്മ അപ്പുവിനെ സമാധാനപ്പെടുത്തി വിട്ടെങ്കിലും സരസ്വതിയമ്മ ആകെ ടെൻഷനിൽ തന്നെ ഇപ്പോഴും. ഋതിക രാവിലെ എഴുന്നേറ്റ് ആ കിണറിൻ്റെ വക്കത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് കൊച്ചമ്മണി ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുക്കുന്നു. അയ്യോ വല്യമ്മേ, എനിക്ക് കാപ്പി വേണമെങ്കിൽ ഞാൻ അകത്തോട്ട് വരുമായിരുന്നല്ലോ. അയ്യോ വേണ്ട, മക്കളിപ്പോൾ അങ്ങോട്ടെങ്ങും വരണ്ട. രാധമ്മയെ സർപ്പക്കളത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കുക, പൂക്കല കൊടുത്താൽ ഇപ്പം തന്നെ തുള്ളും. രാധമ്മയും പെൺമക്കളും യൂണിയനാ മോളെ, സമരസമിതി കൺവീനറാ എൻ്റെ മരുമകൾ പ്രിയ. അത് കേട്ടിട്ട് ഋതിക പറയുക, എൻ്റെ രാധമ്മ പാവമല്ല, അവൾ പാവയാ. എൻ്റെ പൊന്നു മോളെ, നീ ഒരു പാവമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഈ രാധമ്മയുണ്ടല്ലോ ഒരു പാഷാണം. വല്യമ്മ അങ്ങനൊന്നും പറയല്ലേ. എൻ്റെ പൊന്നു മോളെ, മോളൊന്നും അറിയാത്ത മണുണാഞ്ചിയെ പോലെ ആകല്ലേ. മോള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ജില്ലെന്ന് നല്ല തുള്ളിക്കൊണ്ട് തന്നെ നിൽക്കണം. എന്നിട്ടും അവർ വഴങ്ങിയില്ലെങ്കിൽ രാജുവിനെയും കൂട്ടി മോടെ കൊട്ടാരത്തിലോട്ടും കൊണ്ടുപോകണം. പിന്നെ കാല് പിടിച്ചപേക്ഷിച്ചാലും മോള് വരരുത്. വല്യമ്മ കൂടില്ലെന്നുള്ള വിഷമമൊന്നും മോക്ക് വേണ്ട, ഞാനും കൂടെ വരാം. ഇനി എൻ്റെ ജീവിതാവസാനം വരെ ഈ ഋതികമ്മോടെ കൂടെ തന്നെ ഞാനുണ്ടാവും. അത് ശരിയാണല്ലോ എൻ്റെ കൊച്ചമ്മണി. എത്രത്തോളം ഋതികയെ ഊറ്റിയെടുക്കാവോ അതിനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അമ്മയും മോനും. ഇവളുമാരൊക്കെ പോട്ടെ മോളെ, എൻ്റെ ഋതിയമോക്ക് ഈ വല്യമ്മ ഒരു താങ്ങും തണലുമായിരിക്കും, ഇത് ഉറപ്പ്. ഈ സമയത്ത് രമ്യ കുറവഞ്ചത്ത കുറത്തിയെപ്പോലെ ആകെ വിഷമിച്ച് മുടിയൊക്കെ അഴിച്ചിട്ടിങ്ങനെ ഇരിക്കുക. രുക്മിണി അടുത്തിരുന്ന് മുടിയൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട്, മോളെ ഇങ്ങനെ ഇരുന്നാലോ, എൻ്റെ മോൾ എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്ക്. നിൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എൻ്റെ മോളോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ആ രാജു ഒരു വ്യവസ്ഥയില്ലാത്തവനാണെന്ന്. അവൻ ചതിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ മോടെ ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ഈ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മോളെ രാജുവും മോളും തമ്മിലുള്ള കല്യാണത്തിന്. എന്നിട്ടും എൻ്റെ മോടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നവളല്ലേ ഈ അമ്മ. എന്നോടാണോ എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് നരകമല്ലേ മോളെ? അവൻ ലോക ചതിയനാ മോളെ. അവനെ മനസ്സിൽ പോലും എൻ്റെ മോൾ ഓർക്കരുത്. എൻ്റെ പൊന്നുമോൾ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്ക്. നിൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ അമ്മയ്ക്ക് പേടിയാ മോളെ. എൻ്റെ ദൈവമേ, സഹായത്തിനൊരു മനുഷ്യൻ പോലുമില്ല, ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് രുക്മിണി കരയുവാണ്. രുക്മിണി ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു ചലനമില്ലാതെ രമ്യ ഇങ്ങനെ ഇരിക്കുവാണ്. രുക്മിണി എന്നിട്ട് ഫോൺ എടുത്ത് അംബികയെ വിളിക്കുന്നു. അംബിക മോനോട് പറയാം, ദാണ്ടടാ 8ൻ്റെ പണി കിട്ടിയ രുക്മിണി വിളിക്കുന്നു. ദീപക്ക് പറയുക, അമ്മ 8ൻ്റെ പണി കിട്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു 16ൻ്റെ പണി കൂടെ അങ്ങോട്ട് കൊടുത്തേരെ. അമ്മ ഫോൺ എടുക്കമ്മേ. എന്നാൽ ഫോൺ എടുക്കാം. ആരുടെ നാശം കണ്ടാലും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുമല്ലോടാ മോനെ.
എന്താ രുക്മിണി എന്ന് അംബിക ചോദിക്കുമ്പോൾ രുക്മിണി പറയാ, ഇവിടുത്തെ അവസ്ഥ വല്ലതും അംബിക അറിയുന്നുണ്ടോ? ഓ, കല്യാണ കച്ചേരിയുടെ കാര്യമല്ലയോ? ആ രാജു ചതിക്കുമെന്ന് രമ്യയോട് ഞാനൊരു 100 ആവർത്തി പറഞ്ഞതാ. ഞാൻ പറഞ്ഞിട്ട് അതൊന്നും അവൾ കേട്ടില്ല. അവൾക്ക് അവനോട് മുടിഞ്ഞ പ്രേമമല്ലായിരുന്നു. ഇക്കാലത്ത് എന്തോന്ന് പ്രേമമാ രുക്മിണി, അന്യോന്യം തേപ്പല്ലയോ? എൻ്റെ മോൾ ആകെ തകർന്നു പോയി അംബികെ. അവൾ ഇപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെയാ. അതേ, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരങ്ങനെ രുക്മിണി തകർന്നു പോവും. അവനും അവൻ്റെ കുടുംബവേ ചതിയന്മാരും വഞ്ചകരുവാ, ഒക്കെ നന്ദികെട്ട വർഗങ്ങളാ. എൻ്റെ മോളുടെ അവസ്ഥ വളരെ മോശമാ അംബികെ. എങ്ങനെങ്കിലും അംബിക ഞങ്ങളെ ഒന്ന് സഹായിക്ക്. ഞാൻ എങ്ങനെ സഹായിക്കാനാ രുക്മിണി? എത്ര രൂപയാ എൻ്റെ വെള്ളത്തിലായത്? രുക്മിണി എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരുമോ? അത് അവിടെ നിൽക്കട്ടെ അംബികെ, അതൊന്നും അല്ലല്ലോ ഇപ്പം പ്രശ്നം. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രുക്മിണി പറയുന്നത്? എങ്ങനെങ്കിലും അംബികയെ ഋതികയെ അവിടെ നിന്നൊന്ന് വിളിച്ചോണ്ട് പോ. അവൻ നന്ദി കെട്ടവനാണെങ്കിലും അവനെ ഞങ്ങൾക്ക് തിരിച്ചതാ. അല്ലെങ്കിൽ എൻ്റെ മോള് പട്ടിണി കിടന്ന് ചത്തുപോകും അംബികെ. രുക്മിണി വിഷമിക്കാതിരിക്കുക, ഞാൻ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ. എന്ത് വഴി അമ്മ ചെയ്യാൻ പോന്നു? ഒരു വഴിയില്ലടാ. ഞാനേ ഋതിയൻ രാജുവിനെ വേണമെങ്കിൽ തെറ്റിക്കാം. പക്ഷെ ഞാനങ്ങനെ തെറ്റിച്ചാലേ ആ സരസ്വതി അമ്മയുടെ കൈകൊണ്ട് ഞാൻ മരിക്കേണ്ടി വരും. ആദ്യം കിളവിയെ ഇവിടുന്ന് ഓടിക്കണം. അതിനുള്ള വഴിയാടാ മോനെ ഞാൻ നോക്കുന്നത്. ഹരീഷ് ശ്രീലക്ഷ്മിയോട് പറയുന്നത്, എനിക്ക് ഋതികയോട് യാതൊരു ദേഷ്യവുമില്ല. അവൾ എന്നോടോ എൻ്റെ കുടുംബത്തിനോടോ ഒന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുക്ക നിൻ്റെ ചേട്ടനാണ്. അയാൾ എൻ്റെ അനുജത്തിയോട് ചെയ്ത ചെറിയ തെറ്റൊന്നും അല്ല. അത് ഞാൻ സഹിക്കില്ല. കണ്ടില്ലേ, അവൾ ഇതുവരെ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവളാകെ തകർന്നിരിക്കുക. എൻ്റെ അനുജത്തി ഒരു പ്രാന്തിൻ്റെ വക്കിൽ അവൻ എത്തിച്ചിട്ട് അവൻ ഹണിമൂണ് കൊണ്ടാടുന്നു. ഇതൊന്നും ക്ഷമിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട. അയാൾ എൻ്റെ പെങ്ങളോട് ദുഷ്ടത കാണിച്ചെന്ന് കരുതി ഞാൻ നിന്നോട് അങ്ങനെ ഒന്നും കാണിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, രാജു പത്മാവതിയെ തിരക്കി പോകുമ്പോൾ പത്മാവതിയാണ് മീരയെന്ന് തിരിച്ചറിയുമ്പോൾ രാജുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? രമ്യയും രുക്മിണിയും വന്ന് ഋതികയെ വല്ലതും ചെയ്യുമോ? അത് കാണുമ്പോൾ നമ്മുടെ രാധമ്മയുടെ മനസ്സ് മാറുമോ? ഇവരുടെയൊക്കെ ഇടയിൽ കിടന്ന് നമ്മുടെ കൊച്ചമ്മണിയും ജയനും എത്രത്തോളം ഋതികയുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണേ.